ഹലോ. രാവിലെ തന്നെ ഗ്യാസ് തീർന്നു. രാവിലെ ഗ്യാസ് തീരുമ്പോഴേ ഒരു വിഷമമാണ്. എന്തെന്ന് വെച്ചാൽ രാവിലെ നമുക്കെല്ലാം ഉണ്ടല്ലോ ജോലി. മറ്റേ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല, നാളെ ഗ്യാസ് വരും അപ്പോൾ എടുക്കാം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ, വൈകിട്ട് ചായ മാത്രം ഇട്ടാൽ മതിയല്ല. രാവിലെ തീരുമ്പോൾ ഒരു വിഷമം. കടലയും എടുത്ത് വെള്ളത്തിയിട്ട് അപ്പവും കടലക്കറിയും വയ്ക്കാൻ എനിക്കിനി മറ്റേതാകുമ്പോഴേ ഗ്യാസിൽ വെച്ചിട്ട് ചോറും മീനും അടുപ്പിലാണ് വയ്ക്കണം, അത് കുഴപ്പമില്ല. ഇതിപ്പോൾ രാവിലെ കാപ്പിയും കൂടെ അടുപ്പിലാകുമ്പോൾ ഒരു വിഷമം. മറ്റേ പിന്നെ വിറവുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം പണിസ്ഥലത്ത് നിന്ന് കുറച്ച് വിറവ് കൊണ്ടുവന്നു. പണിക്ക് കൊണ്ടെടുത്ത് മറ്റേ തട്ടിൻ്റെ വിറവുകൾ ഒക്കെ കൊണ്ടുവന്നു. പിന്നെ പണി ചെയ്ത വീട്ടിൻ്റെ ഉടമസ്ഥൻ വേറെ കുറച്ച് റബ്ബർ വിറവൊക്കെ കൂടെ കൊടുത്താൽ അത് വെളിയിൽ കൊണ്ടിട്ടിരിക്കുന്നു. മറ്റേ മുളക് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത് പൊടിക്കാൻ കൊടുക്കാനേ. ഇപ്പം നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ കഴുകിയിട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ ഉണക്കി വെച്ചിരിക്കും. ഇനി അത് പൊടിക്കണം. അത്രയും തന്നെ ഇന്നത്തെ വീഡിയോ. ഗ്യാസ് തീർന്നു. ഇനി കടലക്കറി, ഇനി കുക്കറിന് ഇനി എന്തെല്ലാം കടല വേവിക്കും. വെള്ളത്തിയിട്ട് വെച്ചിരുന്നില്ലെങ്കിൽ വേവാൻ ഭയങ്കര താമസമായിരിക്കും. വെള്ളത്തിയിട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് വേവും. ഒരു 7-8 വിസിലൊക്കെ കേട്ടാൽ മതി. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ വയ്ക്കണം. അപ്പവും കടലക്കറിയും രാവിലെ, പിന്നെ ചായ. അപ്പം ഇത്രയും തന്നെ. ഇത് ഗ്യാസ് തീരുന്ന കാര്യം പറയാനാണ്. അതാണെങ്കിൽ 2 കുറ്റിയുണ്ട്, എന്നും എടുത്ത് വെക്കണേന്. 2 കുറ്റിയുണ്ട്, ഒന്ന് അവിടെ ഇരിക്കുന്നു. എന്നും സാധാരണ എടുത്ത് വെക്കണേനെ ഇത് മറന്നുപോയി. ഞാൻ വിചാരിച്ച് എടുത്ത് വെച്ചിരിക്കണത് പൊട്ടിച്ചില്ലെന്ന്. പക്ഷെ ഞാൻ പൊട്ടിച്ച് പെരുന്നാളിന് മുമ്പ് വെച്ച്, നോമ്പിന് മുമ്പ് വെച്ച് തീർന്നുപോയി. ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നേ വണ്ടി വരുമോ. സാധാരണ അവിടെ പോയാണ് എടുക്കണം. വണ്ടി ഇവിടെ വരാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അങ്ങ് പോകില്ല. അതാണെങ്കിൽ കുറച്ച് പോകണം. പിന്നെ ബൈക്കിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് പോണതേ. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലേ. അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഗ്യാസ് തീർന്നു, അത് പറയാനാണ് ഞാൻ വന്നത്. വിറവുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് നല്ല പെട്ടെന്ന് നല്ല കത്തും, നല്ല ഉണങ്ങി നല്ല ഇതായിട്ടിരിക്കണം. ഒന്ന് കത്തിച്ചു കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കത്തും. പിന്നെ അണയാതെ കത്തിക്കോളും. വിറവ് വെച്ചുകൊണ്ടിരുന്നാൽ മതി. സാധാരണ നമുക്ക് വിറവില്ലേ, നമ്മൾ അവിടെ പോയാണ് വാങ്ങിക്കണം. വിറവ് വയ്ക്കാനല്ലേ അവിടെ പോയി വാങ്ങിക്കും. ബൈക്കിലാണ് കെട്ടിക്കൊണ്ടുപോകണം. അപ്പോൾ തോന വിറവ് ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചാണൊക്കെ വാങ്ങിച്ചിട്ടാണ്. അപ്പം കിടക്കണം. ഇനി മഴ പെയ്യും മുമ്പേ പറക്കൊക്കെ ഒതുക്കി വയ്ക്കണം, അല്ലെങ്കിൽ മഴയുടെ നനയൂലേ. കുറേയൊക്കെ ഒതുക്കി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, അതെനിക്ക് തെറ്റിപ്പോകും കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചെയ്യണം കേട്ടോ. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് എന്തൊരു പറയേ, എനിക്ക് ഇത്തിരിയൊക്കെ അതൊക്കെ തന്നെ. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യാതിരിക്കൽ. ബൈ ബൈ. എന്തോ പറയാമെന്ന്. ഇത് ഞാൻ എൻ്റെ ഫോണിൽ, ഇക്കടെ ഫോണിലാണ് എടുക്കുന്നത്. എൻ്റെ ഫോണിൽ എന്നെപ്പോലും നേരെ ചൊവ്വയെ കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഫോണാണേ. ക്യാമറ പൊട്ടിപ്പോയി. അപ്പോൾ ഇതിലാകുമ്പോൾ ഇത്തിപ്പോഴെങ്കിലും കാണാൻ പറ്റണം. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് സെറ്റ് ക്യാമറയൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതിന് നിങ്ങളെന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറക്കല്ലേ.